ഒരു കിണറ്റിൽ നിന്ന് അഴുകിയ നിലയിലുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ആ സ്ത്രീ എങ്ങനെയാണ് മരിച്ചതെന്നറിയാൻ അന്വേഷണം ആരംഭിച്ച അജീബ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ അന്വേഷണത്തിനിടയിൽ കണ്ടെത്തുന്ന ചില സത്യങ്ങൾക്ക് തന്റെ ഭൂതകാലത്തിലെ മുറിവുകളുമായി സാമ്യമുണ്ടെന്ന് തിരിച്ചറിയുന്നു. ഇത് വെറും ഒരു കൊലപാതകത്തിന്റെ അന്വേഷണം മാത്രമായിരുന്നില്ല. ഓരോ സത്യവും പുറത്തു വരുമ്പോഴും അതിനു പിന്നിൽ മറ്റൊരു രഹസ്യം ഒളിഞ്ഞിരുന്നു. ട്വിസ്റ്റുകളുടെ മുകളിൽ ട്വിസ്റ്റുകളുള്ള ഈ സിനിമ ഒരു നിമിഷം പോലും നിങ്ങളെ ബോറടിപ്പിക്കില്ല. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മികച്ച സിനിമയാണിത്. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് നൽകുന്ന വലിയൊരു പ്രചോദനമാണ്. സിനിമാ കിസയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ 2010 നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് ഒരു കുടുംബം കേരളത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അച്ഛനും അമ്മയും മകനും മകളും അടങ്ങുന്നതാണ് ആ കുടുംബം. ട്രെയിനിൽ കയറിയ ഉടനെ ആ ആൺകുട്ടി വിൻഡോ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവന്റെ അനുജത്തി വിൻഡോ സീറ്റിനായി അവനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ആ ആൺകുട്ടി അനുജത്തിക്ക് വിൻഡോ സീറ്റ് കൊടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് അവൻ ആ പെൺകുട്ടിയോട് എതിർവശത്തുള്ള വിൻഡോ സീറ്റിൽ പോയിരിക്കാൻ വേണ്ടി പറയുന്നു. ആ പെൺകുട്ടി ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് ആ സീറ്റിൽ പോയിരിക്കുന്നു. TTR വന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്ത ശേഷം കുടുംബാംഗങ്ങൾ പെൺകുട്ടിയെ നോക്കുമ്പോൾ അവളെ അവിടെ കാണുന്നില്ലായിരുന്നു. ആ പെൺകുട്ടി ഇരുന്ന സീറ്റിൽ ബിസ്ക്കറ്റ് പാക്കറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പരിഭ്രാന്തരായ അവർ ട്രെയിനിനുള്ളിൽ എല്ലായിടത്തും അവളെ അന്വേഷിക്കുന്നു. എന്നാൽ എത്ര തിരഞ്ഞിട്ടും ആ പെൺകുട്ടിയെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് ആ കുടുംബത്തിലെ ആ കൊച്ചു പെൺകുട്ടിയെ കാണാതാകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സിനിമയിലെ നായകനായ അജീബിനെയാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആൺകുട്ടിയാണ് വളർന്നിപ്പോൾ അജീബായി മാറിയിരിക്കുന്നത്. ചെറുപ്പത്തിൽ സ്വന്തം അനുജത്തിയെ ട്രെയിനിൽ വെച്ച് നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിൽ നിന്ന് അജീബിന് ഇതുവരെ മോചിതനാകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ആ സംഭവം അജീബിന്റെ മനസ്സിൽ ഒരു വലിയ മുറിവായി അവശേഷിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ തന്റെ നഷ്ടപ്പെട്ട അനുജത്തിയെക്കുറിച്ച് അവൻ സ്വപ്നങ്ങൾ കാണാറുമുണ്ട്. അജീബ് ഇപ്പോൾ തന്റെ വയ്യാത്ത അച്ഛന്റെയും ഭാര്യയുടെയും കൂടെയാണ് താമസിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവന്റെ അമ്മ മരണപ്പെട്ടിരുന്നു. ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്ന അജീബിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം അവന്റെ ഭാര്യ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് രാവിലെ തന്നെ ഇത്രയും വിഷമിച്ചിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അജീബ് ഒന്നും മിണ്ടാതെ നിശബ്ദനായിരിക്കുകയാണ്. അവന്റെ മുഖത്തെ ഭാവം കണ്ടതോടെ അവൾക്ക് കാര്യം മനസ്സിലാകുന്നു. അജീബ് വീണ്ടും തന്റെ സഹോദരിയെക്കുറിച്ചുള്ള ആ സ്വപ്നം കണ്ടിരിക്കുകയാണ്. അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭാര്യ പറയുകയാണ്, ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായില്ലേ, നിന്റെ സഹോദരി ഇപ്പോൾ എവിടെയാണെങ്കിലും അവൾ സന്തോഷത്തോടു കൂടെ തന്നെയായിരിക്കും ജീവിക്കുന്നത്. അതിനുശേഷം അജീബ് തന്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. അജീബ് പുതുതായി ചാർജ് എടുത്ത ഒരു ട്രെയിനിങ് SI ആണ്. പോലീസ് സ്റ്റേഷനിലെത്തിയ അജീബ് പോലീസുകാർക്ക് പരേഡിന്റെ ട്രെയിനിങ് നൽകുന്നുണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ ജോയി എന്നൊരു ഹെഡ് കോൺസ്റ്റബിളും ജോലി ചെയ്യുന്നുണ്ട്. ജോയിക്കും ഭാര്യയ്ക്കും വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും ഇതുവരെ കുട്ടികളൊന്നുമില്ല. പല ആശുപത്രികളിലും ചികിത്സ നേടിയെങ്കിലും ഇതുവരെ ഒരു ബലവും ലഭിച്ചിട്ടില്ല. അവരുടെ ഏജും കുറച്ച് ഹെൽത്ത് കണ്ടീഷനും കാരണമാണ് അവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരുന്നത്. എന്നിരുന്നാലും ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ അവർ ഇപ്പോഴും തുടരുകയാണ്. ആ പോലീസ് സ്റ്റേഷനിൽ മധു എന്ന പേരിലുള്ള ഒരു പോലീസുകാരനുമുണ്ട്. സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്താൽ അതിന്റെ വിവരങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലേക്കും വരാറുണ്ട്. മധുവാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്ത് വിവരങ്ങളൊക്കെ ശേഖരിക്കാറുള്ളത്. മധുവിന് ഹിന്ദിയും ഇംഗ്ലീഷും അത്ര നന്നായി അറിയാത്തതിനാൽ അത്തരം ഫോൺ കോളുകൾ വരുമ്പോൾ അജീബാണ് ഫോൺ എടുത്ത് സംസാരിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ബെല്ലൂരിന്റെ അടുത്തൊരു ബേൺ ഡെഡ് ബോഡി കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു കോള് വരുന്നുണ്ട്. ആ വിവരങ്ങളൊക്കെ അജീബ് നോട്ട് ചെയ്ത് വെക്കുന്നുമുണ്ട്. അവിടെയുള്ള പോലീസുകാർ തമ്മിൽ വലിയൊരു കുടുംബം പോലെ തന്നെയാണ് കഴിയുന്നത്. ജോലിക്കിടയിലും അവർ നല്ലൊരു ആത്മബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ അജീബിന് ഒരു ഫോൺ കോൾ വരുന്നത്. കൊടുവള്ളിയിലെ ഏതോ ഒരു കിണറ്റിൽ നിന്നും മൃതദേഹം കിട്ടിയെന്നായിരുന്നു ആ കോളിൽ ഉണ്ടായിരുന്നത്. ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ അജീബ് അത് SIയെ അറിയിക്കുന്നു. അജീബ് കുറച്ച് പോലീസുകാരെയും കൂട്ടി മൃതദേഹം കിട്ടിയ സ്ഥലത്തേക്ക് എത്തുന്നു. അജീബും പോലീസുകാരും അവിടെ എത്തിയപ്പോൾ തന്നെ സംഭവം അറിഞ്ഞ ഒരുപാട് ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. കിണറ്റിനുള്ളിലേക്ക് നോക്കിയ അജീബിന് അതൊരു സ്ത്രീയുടെ മൃതദേഹമാണെന്ന് മനസ്സിലായി. അതുകണ്ട അജീബ് SIയെ വിളിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. SI ഫയർഫോഴ്സിനെയും ഫോട്ടോഗ്രാഫറെയും വിളിക്കാൻ അവനോട് പറഞ്ഞു. അത് കേട്ട അജീബ് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാനുള്ള നടപടി ആരംഭിച്ചു. സത്യത്തിൽ അജീബിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ കേസായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മൃതദേഹം കണ്ടെത്തിയ ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ അജീബിന് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു. മൃതശരീരം ഒരുപാട് ദിവസങ്ങളായി കിടന്ന് അഴുകിയതിനാൽ അതിൽ നിന്ന് വല്ലാത്തൊരു ദുർഗന്ധം പുറത്തുവരാൻ തുടങ്ങി. ദുർഗന്ധം സഹിക്കാനാവാതെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മൂക്കുപൊത്തി. എന്നാൽ ആ കാഴ്ച കണ്ട അജീബിന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അജീബ് അവിടെ വെച്ച് ഛർദ്ദിക്കുകയും ചെയ്തു. അതിനിടയിൽ തന്നെ SIയും അവിടെ എത്തി. SI നടപടികൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കണമെന്ന് അജീബിനോട് നിർദ്ദേശിച്ചു. അപ്പോഴേക്കും അവിടെ ഫോട്ടോഗ്രാഫറും എത്തിയിരുന്നു. മൃതദേഹം കമിഴ്ന്ന നിലയിലാണ് കിടന്നിരുന്നത്. മൃതദേഹത്തിന്റെ മുഖം കാണാൻ വേണ്ടി അത് മലത്തി കിടത്തേണ്ടി വന്നു. അജീബും പോലീസുകാരും എല്ലാവരും ചേർന്നാണ് ആ മൃതദേഹം മലത്തി കിടത്തിയത്. അതിനുശേഷം അവർ ആ ഡെഡ് ബോഡി ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അന്ന് വീട്ടിലെത്തിയിട്ടും ആ മൃതദേഹത്തിന്റെ ദുർഗന്ധം തന്റെ കൈകളിൽ നിന്ന് വിട്ടുപോയില്ലെന്നായിരുന്നു അജീബിന് തോന്നിയത്. എത്ര തവണ കൈ കഴുകിയിട്ടും ആ മണം മാറാത്തതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. അപ്പോഴേക്കും ജോയിയും ഭാര്യയും അജീബിന്റെ വീട്ടിലെത്തിയിരുന്നു. അവർ താമസിക്കുന്നതും അജീബിന്റെ വീട്ടിന്റെ അടുത്തു തന്നെയായിരുന്നു. അതുകൊണ്ട് അവർ
അവർ ഇടയ്ക്കിടെ അവിടെ വരാറുണ്ടായിരുന്നു. അജീബിനും ഭാര്യയ്ക്കുമായി അവർ ബിരിയാണിയും കൊണ്ടുവന്നിരുന്നു. എന്നാൽ തന്റെ കൈകളിൽ ഇപ്പോഴും ആ മൃതദേഹത്തിന്റെ മണമുണ്ടെന്ന തോന്നലിൽ അജീബിന് ബിരിയാണി കഴിക്കാൻ പോലും താല്പര്യം തോന്നിയില്ല. അപ്പോൾ തന്നെ അജീബിനെ SI പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹം അജീബിനോട് ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അജീബ് പറയുന്നത് ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നാണ്. ആ സ്ത്രീ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഡോക്ടറുടെ പ്രാഥമിക നിഗമനം. അതുപോലെ തന്നെ സെക്ഷൽ അസോൾട്ടിന്റെയോ സ്ട്രഗിളിന്റെയോ ഒരു അടയാളവും അവരുടെ ശരീരത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ മേലുദ്യോഗസ്ഥൻ അജീബിനെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. മരിച്ച സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ടാറ്റുവിന്റെ ഫോട്ടോയായിരുന്നു അത്. ആ ടാറ്റുവിൽ ഒരു പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഏത് ഭാഷയിലുള്ള എഴുത്താണ്? SI അജീബിനോട് ചോദിക്കുന്നു. അജീബ് ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ശേഷം അത് കന്നഡ ഭാഷയിലുള്ള എഴുത്താണെന്ന് പറയുന്നു. എന്നാൽ ഇതിൽ എഴുതിയിരിക്കുന്ന പേര് എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും അജീബ് പറയുന്നു. അപ്പോൾ SI അജീബിനോട് അടുത്ത ദിവസം തന്നെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് പോയി ആ സ്ത്രീയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം അജീബും ജോയിയും കൂടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് ജോയി അജീബിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സ്ത്രീയെ കാണാനില്ലെന്ന് പറഞ്ഞ് ആരും ഇതുവരെ മിസ്സിംഗ് കംപ്ലൈന്റ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. വേറെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മരിച്ച സ്ത്രീയും ആ കൂട്ടത്തിൽ ഒരാളായിരിക്കാമെന്ന് അജീബ് പറയുന്നുണ്ട്. അവിടെ പോളിയോ ഡ്രൈവിന്റെ ഭാഗമായി പ്രദേശത്തുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ അജീബ് അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ പോയി അവിടെ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവന് മനസ്സിലായി. SHO ആ സ്ത്രീയുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി അജീബിനെ ഏൽപ്പിക്കുന്നുണ്ട്. തുടർന്ന് പോലീസുകാരെയും കൂട്ടി അജീബ് ആ സ്ഥലത്തെത്തി മരിച്ച സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആർക്കും ആ സ്ത്രീയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ മരിച്ച സ്ത്രീയെ തിരിച്ചറിയുന്നു. മരിച്ച സ്ത്രീയുടെ പേര് ശോഭ എന്നാണെന്നും താൻ ആ ശോഭയോടൊപ്പം കൺസ്ട്രക്ഷൻ ജോലിക്ക് പോയിരുന്നുവെന്നും ആ സ്ത്രീ പറയുന്നു. എന്നാൽ ശോഭ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് തനിക്കറിയില്ലെന്നും ജോലിസ്ഥലത്ത് വെച്ച് മാത്രമാണ് താൻ ശോഭയെ കണ്ടിട്ടുള്ളതെന്നും അവർ പറഞ്ഞു. ശോഭയ്ക്ക് 2 കുട്ടികളുണ്ടെന്നും അവളെക്കുറിച്ച് ഇത്രയൊക്കെ തനിക്ക് അറിയൂ എന്നും ആ സ്ത്രീ പറയുന്നുണ്ട്. ശോഭയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തങ്ങൾക്ക് ജോലി നൽകുന്ന ഏജന്റിനെ കണ്ടാൽ മതിയെന്ന് അവർ അജീബിനോട് പറഞ്ഞു. അവർ താമസിക്കുന്ന സ്ഥലത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായും താമസിച്ചിരുന്നത്. അതിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു. ശോഭയും അവിടെ എത്തിയത് അത്തരത്തിലുള്ള ഒരു തൊഴിലാളിയായിട്ടായിരുന്നു. അജീബ് ആ സ്ത്രീയുടെ അടുത്ത് ഫോട്ടോ ടാറ്റു കാണിച്ച് അതിൽ എന്ത് പേരാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. രാജു എന്ന പേരാണ് അത് എന്ന് അജീബിനോട് ആ സ്ത്രീ പറഞ്ഞു. അജീബും ജോയിയും കൂടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സ്ഥലത്തെത്തുന്നു. അജീബ് ആ ഏജന്റ് അടുത്തെത്തി ശോഭയുടെ ഫോട്ടോ കാണിച്ച് ആ സ്ത്രീയെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ആ ഫോട്ടോ കണ്ടതും ഏജന്റ് അത് ശോഭയാണെന്ന് തിരിച്ചറിയുന്നു. ശോഭ തന്റെ അടുത്ത് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്നും എന്നാൽ കഴിഞ്ഞ 10 ദിവസമായി അവളെ കണ്ടിട്ടില്ലെന്നും അയാൾ പറഞ്ഞു. അവൾക്ക് എന്തെങ്കിലും അസുഖം വന്നതുകൊണ്ടായിരിക്കും ജോലിക്ക് വരാത്തതെന്നാണ് താൻ കരുതിയതെന്നും അയാൾ പറയുന്നുണ്ട്. ശോഭ മരിച്ചെന്നറിഞ്ഞപ്പോൾ അയാൾക്കതൊരു ഞെട്ടലാകുന്നുണ്ട്. അജീബ് ശോഭയെ ഇവിടെ ആരാണ് ജോലിക്ക് ചേർത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശോഭയുടെ ഭർത്താവാണ് അവളെ ജോലിക്ക് ചേർത്തതെന്ന് ഏജന്റ് പറയുന്നു. ശോഭയുടെ ഭർത്താവ് സിനിമയുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്തതെന്നും അയാളുടെ പേര് രാജു ആണെന്നും അജീബ് മനസ്സിലാക്കി. തുടർന്ന് അജീബ് ശോഭയും കുടുംബവും എവിടെയാണ് താമസിച്ചതെന്ന് ചോദിക്കുന്നു. റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഒരു പഴയ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നതെന്ന് ഏജന്റ് പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ ശോഭയുടെ കയ്യിലുള്ള ടാറ്റുവിൽ എഴുതിയ പേര് അവളുടെ ഭർത്താവായ രാജുവിന്റേതാണെന്ന് അജീബിന് മനസ്സിലാകുന്നു. അതിനുശേഷം അജീബും ജോയിയും കൂടെ ശോഭ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോകുന്നുണ്ട്. ശോഭയുടെ ഡെഡ് ബോഡി കിട്ടിയ കിണർ ആ വീട്ടിൽ നിന്ന് വളരെ അടുത്തായിരുന്നു. ആ വീടിന്റെ തൊട്ടടുത്ത് ഒരു റെയിൽവേ ട്രാക്കും ഉണ്ടായിരുന്നു. റെയിൽവേ ട്രാക്കിനടുത്ത് എത്തുമ്പോഴെല്ലാം അജീബിന് തന്നെ നഷ്ടപ്പെട്ട അനുജത്തിയുടെ ഓർമ്മ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിനിന്റെ ശബ്ദം കേൾക്കുമ്പോഴും ട്രെയിൻ കാണുമ്പോഴും അജീബ് വല്ലാതെ അസ്വസ്ഥനാകാറുണ്ട്. ആ വീട്ടിൽ വെച്ചും ട്രെയിനിന്റെ ശബ്ദം കേട്ടതോടെ അജീബ് വീണ്ടും അസ്വസ്ഥനാകുന്നു. തുടർന്ന് അവർ ആ വീട് മുഴുവൻ പരിശോധിക്കുകയും അവർക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഗ്രാഫുകൾ ലഭിക്കുകയും ചെയ്തു. ആ ഫോട്ടോകളിൽ ശോഭയും അവളുടെ ഭർത്താവ് രാജുവും അവരുടെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഫോട്ടോ കണ്ടപ്പോൾ ശോഭയും കുടുംബവും തന്നെയാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടി അജീബ് വീണ്ടും ആ ഏജന്റിനെ വിളിക്കുന്നു. ഫോട്ടോ കാണിച്ചപ്പോൾ അത് ശോഭയും ഭർത്താവ് രാജുവും അവരുടെ കുട്ടികളും തന്നെയാണെന്ന് ഏജന്റ് സ്ഥിരീകരിക്കുന്നു. ആ ഫോട്ടോയുടെ താഴെ ഫോട്ടോ എടുത്ത സ്റ്റുഡിയോയുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. കർണാടകത്തിലെ മരണഹള്ളി എന്ന ഗ്രാമത്തിൽ വെച്ചാണ് ആ ഫോട്ടോ എടുത്തത്. SHO പറഞ്ഞതനുസരിച്ച് ശോഭയുടെ വീട്ടുകാരെ വിവരം അറിയിക്കാൻ വേണ്ടി അജീബും ജോയിയും കൂടെ മരണഹള്ളിക്ക് പോവുകയാണ്. അവിടെ എത്തി അവർ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന്റെ സഹായം തേടുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവരെ കൊണ്ട് ആ ഫോട്ടോ എടുത്ത സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ട്. സ്റ്റുഡിയോയിലെത്തിയ അവർ അവിടെ ഉണ്ടായിരുന്ന ആളെ ഫോട്ടോ കാണിച്ചിട്ട് അതിലുള്ള ആളുകളെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ഫോട്ടോ കണ്ടതും അവരെ പേഴ്സണലായിട്ട് അറിയുകയില്ലെന്നും അവർ ചിത്രഹള്ളി ഗ്രാമത്തിൽ നിന്ന് വന്ന് ഫോട്ടോ എടുത്തവരാണെന്നും പറയുന്നു. എന്നിട്ട് അവർ ചിത്രഹള്ളിയിൽ എത്തി ഫോട്ടോ കാണിച്ച് അവിടെയുള്ള നാട്ടുകാരോട് ശോഭയെ രാജുവിനെ അറിയാമോ എന്ന് അന്വേഷിക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പോലും ഫോട്ടോയിലുള്ള രാജുവിനെ ശോഭയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കുറെ സമയം അന്വേഷിച്ച് ക്ഷീണിച്ച അജീബും ജോയിയും ഒടുവിൽ ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി രാജു ജോയിയുടെ അടുത്തെത്തുന്നത്. ജോയിയുടെ അടുത്ത് നിന്ന് ഒരു സിഗരറ്റ് കത്തിക്കാൻ തീപ്പെട്ടി ചോദിക്കുന്നതോടെയാണ് അജീബും ജോയിയും രാജുവിനെ തിരിച്ചറിയുന്നത്. പിന്നെ ഒട്ടും വൈകാതെ അവർ രാജുവിനെ കൂട്ടി
കേരളത്തിലേക്ക് പോകുന്നു. യാത്രക്കിടയിൽ രാജുവിന്റെ ഭാര്യയായ ശോഭ മരിച്ച വിവരം അജീബും ജോയിയും അയാളോട് പറയുന്നു. ശോഭ മരിച്ചുവെന്ന വാർത്ത കേട്ടതോടെ രാജു തകർന്നു പോകുന്നുണ്ട്. അയാൾ നിയന്ത്രിക്കാനാവാതെ പൊട്ടിക്കരയാൻ തുടങ്ങുന്നു. രാജു പിന്നീട് തന്റെയും ശോഭയുടെയും ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അജീബിനോട് പറയാൻ തുടങ്ങുന്നു. തന്റെ കുടുംബം ശരിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണെന്നും ജോലി തേടിയാണ് അവർ കർണാടകയിൽ എത്തിയതെന്നും രാജു പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിലേക്ക് വരുന്ന വഴിയിലാണ് അയാൾ ശോഭയെ പരിചയപ്പെടുന്നത്. അങ്ങനെ അവർ തമ്മിൽ പ്രണയിക്കാൻ തുടങ്ങി. അതിനുശേഷം വിവാഹം കഴിക്കുകയും ചെയ്തു. കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു അവരുടെ ജോലി. തന്റെയും ശോഭയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി എന്നും ഇത്രയും കാലം തങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായാണ് മുന്നോട്ട് പോയിരുന്നതെന്നും രാജു പറഞ്ഞു. അപ്പോഴാണ് ആ ഗ്രാമത്തിൽ ഒരു വലിയ വരൾച്ച ഉണ്ടാകുന്നത്. അതോടുകൂടി കളിപ്പാട്ട ബിസിനസ്സും തകർന്നു. മറ്റെന്തെങ്കിലും ജോലി കണ്ടെത്തുന്നതിനു വേണ്ടി അവർ ആ ഗ്രാമം വിട്ട് ചിത്രഹള്ളിക്ക് പോയി. അവിടെ വെച്ചാണ് താൻ ഗണേശ് എന്നൊരാളെ പരിചയപ്പെടുന്നതെന്ന് രാജു പറയുന്നു. അപ്പോൾ ജോയി രാജുവിനോട് ഗണേശൻ ആരാണെന്ന് ചോദിക്കുന്നു. ശോഭയുടെ ഒരു അകന്ന ബന്ധുവായിരുന്നു ഗണേശൻ. ആ ഗണേശനാണ് അവരെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നതും താമസിക്കാൻ വീട് ശരിയാക്കി കൊടുത്തതും ജോലി കണ്ടെത്തി കൊടുത്തതുമെല്ലാം. അങ്ങനെ അവിടെയും തങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് താൻ മദ്യപിക്കാൻ തുടങ്ങിയെന്നും പതിയൊരു വലിയ മദ്യപാനിയായി മാറുകയായിരുന്നുവെന്നും രാജു പറഞ്ഞു. അതോടുകൂടി വീട്ടിലേക്ക് വരുന്നതും വൈകി തുടങ്ങിയിരുന്നു. ഗണേശൻ തന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു. അതുപോലെ തന്നെ തന്റെ കുട്ടികളെയും അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ വളരെ വൈകി വീട്ടിലെത്തിയപ്പോൾ താൻ കണ്ട കാഴ്ച രാജുവിനെ തളർത്തി കളഞ്ഞു. ഗണേശനും ശോഭയും തമ്മിൽ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അയാൾ കണ്ടത്. ആ കാഴ്ച കണ്ടതോടെ രാജു വീട്ടിലിരുന്ന് ഒരുപാട് കരഞ്ഞു. അടുത്ത ദിവസം തന്നെ ആ വീട് വിട്ട് ശോഭയും കുട്ടികളെയും കൂട്ടി അവിടെ നിന്ന് കൊടുവള്ളിക്ക് പോന്നു. എന്നാൽ ഗണേശൻ അവിടെയും അവരെ പിന്തുടർന്നു. ശോഭയെ കാണാനായി അയാൾ കേരളത്തിലേക്കും വരാൻ തുടങ്ങി. ഇക്കാര്യം തനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എന്ന് രാജു പറയുന്നു. അവസാനം രാജു കുട്ടികളെയും കൂട്ടി ആ വീട് വിട്ടിറങ്ങി. പിന്നീട് അയാൾ തന്റെ പഴയ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. നാട്ടിലെത്തിയ അജീബ് രാജുവിനെ ശോഭയുടെ മൃതദേഹം കാണിക്കുന്നു. മൃതദേഹം കണ്ടതും രാജു പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ ജോയി രാജുവിനോട് ശോഭ എങ്ങനെയായിരിക്കും മരിച്ചതെന്നാണ് നിനക്ക് തോന്നുന്നതെന്ന് ചോദിക്കുന്നു. അതിന് രാജു പറയുന്നത് ഗണേശൻ ശോഭയെ ഉപേക്ഷിച്ചിട്ടുണ്ടാകുമെന്നും അതിന്റെ വിഷമത്തിൽ ശോഭ ആത്മഹത്യ ചെയ്തതാകുമെന്നാണ്. അപ്പോൾ അജീബ് രാജുവിനോട് കുട്ടികൾ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. തന്റെ സഹോദരിയുടെ വീട്ടിലാണ് കുട്ടികൾ ഇപ്പോൾ താമസിക്കുന്നതെന്ന് രാജു പറഞ്ഞു. ബെല്ലൂറാണ് തന്റെ സഹോദരിയുടെ വീടെന്നും അയാൾ പറയുന്നുണ്ട്. ശോഭയുടെ മൃതദേഹം നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലേ എന്ന് അജീബ് ചോദിക്കുമ്പോൾ ശോഭയുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിച്ചാൽ മതിയെന്ന് രാജു പറഞ്ഞു. എന്നിട്ട് ഡെഡ് ബോഡി ഇവിടെ തന്നെ സംസ്കരിക്കാൻ വേണ്ടി അയാൾ എഴുതി ഒപ്പിട്ട് നൽകുന്നുമുണ്ട്. ശോഭയുടെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോയാൽ കുട്ടികൾക്ക് അവരുടെ അമ്മ മരിച്ചുവെന്ന് നേരിട്ട് കാണേണ്ടി വരുമെന്നും അത് അവരെ കൂടുതൽ വിഷമിപ്പിക്കുമെന്നും രാജു പറയുന്നു. ഇതെല്ലാം കേട്ട് പാവം തോന്നിയ ജോയി രാജുവിന് കുറച്ച് പണം നൽകി അയാളെ അയാളുടെ ഗ്രാമത്തിലേക്ക് പറഞ്ഞുവിടുന്നു. ഗണേഷിന് ശോഭയുടെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ SI അജീബിനോട് പറയുന്നുണ്ട്. അടുത്ത ദിവസം അജീബ് ഫോറൻസിക് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നു. ശോഭയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാനായിരുന്നു അജീബ് അവിടെ എത്തിയത്. അപ്പോൾ ഡോക്ടർ അജീബിനോട് ചില പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. ശോഭ വെള്ളത്തിൽ വീണ് മരിച്ചെന്നാണ് താൻ കരുതിയതെന്ന് ഡോക്ടർ പറയുന്നു. എന്നാൽ ശോഭയുടെ തലയിൽ ഒരു ഗുരുതര മുറിവും ഉണ്ടായിരുന്നു. ശോഭ ബോധമില്ലാത്ത സമയത്താണ് വെള്ളത്തിലേക്ക് വീണതെന്നാണ് ഡോക്ടറുടെ നിഗമനം. വെള്ളം ലങ്സിൽ കയറി തന്നെയാണ് അവൾ മരിച്ചത്. സാധാരണയായി ബോധമുള്ള ഒരാൾ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കുമ്പോൾ ശ്വാസകോശത്തിൽ വലിയ അളവിൽ വെള്ളം കയറും. എന്നാൽ ശോഭയുടെ ശ്വാസകോശത്തിൽ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ ഈ ഫൈൻഡിങ്സിൽ അവളുടെ മരണം കൊലപാതകമാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. ഇതുവരെ ശോഭയുടെ മരണം ആത്മഹത്യ എന്നാണ് അജീബ് കരുതിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ വിവരങ്ങൾ കേട്ടതോടെ അത് ആത്മഹത്യയല്ലെന്നും ശോഭ കൊല്ലപ്പെട്ടതാകാമെന്നും അജീബിന് മനസ്സിലാകുന്നുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം അജീബിനെ കാണാൻ ചില ആളുകൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ശോഭയുടെ മരണവിവരവും രാജു പോലീസ് സ്റ്റേഷനിൽ വന്നതും പോലീസുകാർ പത്രത്തിൽ നൽകിയിരുന്നു. ആ വാർത്ത കണ്ടാണ് അവർ ഇവിടെ എത്തിയത്. അവരെല്ലാം രാജുവിന്റെ കുടുംബാംഗങ്ങളായിരുന്നു. അവരെ കണ്ടതും അജീബ് ശോഭയുടെ മൃതദേഹം സംസ്കരിച്ചു എന്നും ഇനിയിപ്പോൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും ചോദിക്കുന്നു. അവർ പറയുന്ന മറുപടി കേട്ട് അജീബ് ഞെട്ടുന്നു. കഴിഞ്ഞ 1 വർഷമായി രാജു വീട്ടിലേക്ക് വന്നിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. കുട്ടികൾ തന്റെ സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്നാണ് രാജു അജീബിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിരുന്നത്. മാത്രമല്ല രാജു പറഞ്ഞ ഗ്രാമത്തിന്റെ പേരും കള്ളമായിരുന്നു. യാഥാർത്ഥ്യത്തിൽ രാജുവിന്റെ ഗ്രാമത്തിന്റെ പേര് മറ്റൊന്നായിരുന്നു. അപ്പോഴാണ് ഇതിലും വലിയൊരു സത്യം അജീബിന് മനസ്സിലാകുന്നത്. താൻ തലേ ദിവസം കണ്ടതും രാജു എന്ന് കരുതി സംസാരിച്ചതുമായ ആൾ സത്യത്തിൽ രാജു ആയിരുന്നില്ല. അയാളുടെ പേര് ഭുവനേഷ് എന്നായിരുന്നു. രാജുവിന്റെ കുടുംബാംഗങ്ങളും ഈ കാര്യം സ്ഥിരീകരിക്കുന്നു. ഭുവനേഷ് ശോഭയുടെ അകന്ന ബന്ധുവാണെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം കേട്ടതോടെ അജീബിന് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നു. ഈ നടന്ന കാര്യങ്ങളെല്ലാം SHO അറിഞ്ഞു. ഉടൻ തന്നെ SHO അജീബിനെയും ജോയിയെയും ഇൻസ്പെക്ടറെയും വിളിച്ചു വരുത്തി വഴക്കു പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്തിരിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന് അറിയാമോ? ഇതൊരു കൊലപാതക കേസാണ്. രാജു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്ന ആൾ ഈ കേസിലെ പ്രധാന പ്രതിയാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അയാളെ പിടികൂടി ഇവിടെ ഹാജരാക്കണം. SHOയുടെ നിർദ്ദേശപ്രകാരം അജീബും ജോയിയും ഇൻസ്പെക്ടറും ചേർന്ന് ഭുവനേഷിനെ അന്വേഷിച്ചിറങ്ങുന്നു. അടുത്ത സീനിൽ ഭുവനേഷിനെ കാണിക്കുന്നു. അയാളുടെ സ്വന്തം നാട്ടിൽ അയാൾക്കൊരു കുടുംബമുണ്ടായിരുന്നു. അവിടെ എത്തിയ അജീബും സംഘവും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഒടുവിൽ അയാളെ കണ്ടെത്തുന്നു. അവരെ കണ്ടതും അയാൾ ആദ്യം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു
ശ്രമിക്കുന്നുണ്ടെങ്കിലും അജീബും സംഘവും ചേർന്ന് അയാളെ പിടികൂടുന്നുണ്ട്. ഭുവനേഷിനെ അടിച്ച് അവശനാക്കി അയാളെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ആ ചോദ്യം ചെയ്യലിൽ ഭുവനേഷ് തന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. താനും ശോഭയും വർഷങ്ങൾക്ക് മുൻപ് പ്രണയത്തിലായിരുന്നുവെന്ന് ഭുവനേഷ് പറഞ്ഞു. എന്നാൽ ശോഭയുടെ കുടുംബം അവളുടെ വിവാഹം രാജുവുമായി നടത്തുകയായിരുന്നു. അതിനുശേഷം ഭുവനേഷും ശോഭയെ മറന്ന് സ്വന്തം ജീവിതവുമായി മുന്നോട്ടു പോയി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ശോഭയുടെ അമ്മ ഭുവനേഷിന് ഒരു കത്തെഴുതി. രാജുവിന് തന്റെ നാട്ടിൽ എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കണമെന്നും അവിടെ അവർക്ക് താമസിക്കാൻ ഒരു വീട് ഏർപ്പാടാക്കി കൊടുക്കണമെന്നും ആ കത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ഭുവനേഷ് രാജുവിനും ശോഭയ്ക്കും ഒരു വീട് ശരിയാക്കി കൊടുക്കുകയും രാജുവിന് ഒരു ജോലി കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു. അവിടെ എത്തിയ ശേഷം രാജു പതിയെ മദ്യപാനത്തിന് അടിമയായി മാറി. മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലെത്തുന്ന രാജുവിനെ പലപ്പോഴും ഭുവനേഷ് തന്നെയാണ് വീട്ടിൽ കൊണ്ടുവിട്ടിരുന്നത്. മദ്യപാനത്തിന് അടിമയായ രാജുവിന് ശോഭയും കുട്ടികളെയും കുറിച്ച് യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതായി. ജോലി ചെയ്ത് കിട്ടുന്ന മുഴുവൻ പണവും അയാൾ മദ്യപിച്ച് തീർത്തു. അതോടുകൂടി ശോഭയുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ ഭുവനേഷ് നോക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ ഭുവനേഷും ശോഭയും തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കാനായി ഭുവനേഷ് ശോഭയുടെ വീട്ടിലെത്തുന്നു. ആ സമയത്ത് രാജു വീട്ടിലുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് രണ്ടുപേരും റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി രാജു വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ശോഭയും ഭുവനേശ്വറും ഒരുമിച്ചുള്ള കാഴ്ച കണ്ട് രാജു ഒന്നും മിണ്ടാതെ അന്ന് രാത്രി തന്നെ വീട് വിട്ടിറങ്ങി. അതിനുശേഷം രാജു ഒരിക്കലും തിരികെ വന്നിട്ടില്ലെന്നാണ് ഭുവനേഷ് പറയുന്നത്. പിന്നീട് ഭുവനേഷ് ശോഭയും കുട്ടികളെയും കൊടുവള്ളിക്ക് കൊണ്ടുവരുന്നു. ശോഭ ഭുവനേഷിന്റെ പേര് രാജു എന്നാക്കി ഹസ്ബൻഡ് വൈഫായിട്ടാണ് അവർ അവിടെ താമസിച്ചിരുന്നത്. അവിടെ അവർ സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ശോഭ എങ്ങനെയാണ് മരിച്ചതെന്ന് അജീബ് ചോദിക്കുന്നു. അതിനുള്ള ഉത്തരവും ഭുവനേഷ് തന്നെ പറയാൻ തുടങ്ങുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഭുവനേഷ് വീട്ടിലെത്തിയപ്പോൾ കുട്ടികളെ അവിടെ കാണാനില്ലായിരുന്നു. ഉടനെ തന്നെ അയാൾ ശോഭയോട് കുട്ടികൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ശോഭ പറഞ്ഞ മറുപടി ഭുവനേഷിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. ആ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, അവരെ അവരുടെ അച്ഛൻ വന്നു കൊണ്ടുപോയി. ആ കുട്ടികൾ നമ്മുടെ ജീവിതത്തിന് ഒരു അധികപ്പറ്റാണെന്നും അവർ പോയത് നന്നായെന്നും ശോഭ അയാളോട് പറയുന്നു. അത് കേട്ടതോടെ ഭുവനേഷിന് നിയന്ത്രിക്കാനാവാത്ത ദേഷ്യം വന്നു. അയാൾ ശോഭയെ മർദ്ദിച്ചു. ആ അടിയുടെ ആഘാതത്തിൽ ശോഭ താഴെ വീഴുകയും തലയിൽ ഗുരുതരമായി പരിക്കേറ്റ് അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. ശോഭ മരിച്ചു കിടക്കുന്നത് കണ്ടതോടെ ഭുവനേഷ് വല്ലാതെ ഭയന്നുപോയി. ഇനി എന്തു ചെയ്യണമെന്ന് അയാൾക്കൊരു പിടിയുമില്ലായിരുന്നു. രാത്രിയായപ്പോൾ ശോഭയുടെ മൃതദേഹം കത്തിച്ച് തെളിവ് നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ഭുവനേശ്വർ അത് ഒരു കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴാണ് കുറച്ചാളുകൾ ആ വഴി വരുന്നത് അയാൾ കാണുന്നത്. അത് കണ്ടതോടെ ഭുവനേഷ് ശോഭയുടെ മൃതദേഹം അടുത്തുള്ള ഒരു കിണറ്റിന്റെ മുകളിൽ വെച്ചിട്ട് ഒളിച്ചിരിക്കുന്നു. ആളുകൾ അവിടെ നിന്ന് പോയ ശേഷം മൃതദേഹം കത്തിക്കണമെന്നായിരുന്നു ഭുവനേഷിന്റെ പദ്ധതി. പക്ഷേ ഭുവനേഷ് ഒളിച്ചിരുന്ന സമയത്ത് കിണറ്റിന്റെ മുകളിൽ വെച്ചിരുന്ന ശോഭയുടെ മൃതദേഹം ബാലൻസ് നഷ്ടപ്പെടുകയും അത് കിണറ്റിനുള്ളിലേക്ക് വീഴുകയും ചെയ്തു. അവസാനം ആ മൃതദേഹം അവിടെ തന്നെ ഉപേക്ഷിച്ച് ഭുവനേഷ് തന്റെ ഗ്രാമത്തിലേക്ക് തിരികെ പോകുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന രീതിയിൽ അയാൾ വീണ്ടും സാധാരണ ജീവിതം അവിടെ തുടരുകയും ചെയ്തു. എന്നാൽ ഈ സത്യം പുറത്തു വന്നതോടെ പോലീസ് ഭുവനേശ്വറിനെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇതിനിടെ അജീബ് SHOയെ കണ്ട് രാജുവിനെയും അയാളുടെ 2 കുട്ടികളെയും ഇപ്പോഴും കാണാതായിരിക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ ആ കേസ് തങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ വരികയില്ലെന്നും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ഇടപെടേണ്ടതില്ലെന്നും SHO അജീബിനോട് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം അജീബ് വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തുന്നു. ഫോൺ വഴി വരുന്ന കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അജീബ് മധുവിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അജീബിന്റെ മനസ്സിൽ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഫോൺ വഴി ലഭിച്ച ഒരു കേസിന്റെ വിവരങ്ങൾ അജീബ് ഓർക്കുന്നു. ഒരു സ്ഥലത്ത് ഒരു പുരുഷന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു ആ കേസിന്റെ വിവരം. ഭുവനേഷ് പറഞ്ഞ ബെല്ലൂർ എന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ് ആ മൃതദേഹം കണ്ടെത്തിയത്. ഇതിലെന്തോ ബന്ധമുണ്ടെന്ന് തോന്നിയ അജീബ് ആ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ കർണാടകത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അജീബിന് പുതിയൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഒരു കാട്ടിൽ നിന്ന് ഒരു പുരുഷന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ആ മൃതദേഹത്തിന് സമീപം ഒരു വിചിത്രമായ തെളിവും പോലീസിന് ലഭിച്ചു. അവിടെ ഒരു തൂക്കുവിളക്ക് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആ തൂക്കുവിളക്ക് ഉപയോഗിച്ചാണ് മൃതദേഹം കത്തിച്ചിരുന്നത്. ആ തൂക്കുവിളക്കിന്റെ സ്റ്റിക്കറിൽ നിന്ന് അത് വാങ്ങിയ കട ധർമ്മടത്തുള്ളതാണെന്ന് അജീബിന് മനസ്സിലാകുന്നുണ്ട്. ധർമ്മടം അജീബ് വർക്ക് ചെയ്യുന്ന സ്റ്റേഷൻ പരിധിയിൽ വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഈ വിവരം അറിയിച്ചത്. ധർമ്മടത്തെത്തിയ അജീബ് കടയിലെത്തി തൂക്കുവിളക്കിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ആ തൂക്കുവിളക്ക് വാങ്ങിയ ആളെ കടക്കാരന് വ്യക്തമായി ഓർമ്മയുണ്ടായിരുന്നു. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയായിരുന്നു ആ തൂക്കുവിളക്ക് വാങ്ങിക്കൊണ്ടുപോയത്. തന്റെ കടയിൽ നിന്ന് ഒരുപാട് തൂക്കുവിളകൾ ഒരുമിച്ച് വാങ്ങിക്കൊണ്ടുപോയിരുന്നുവെന്ന് കടക്കാരൻ പറഞ്ഞു. അവിടെ നിന്ന് ആ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമിന്റെ അടുത്ത് അജീബ് എത്തുന്നു. ആ വിളക്ക് വാങ്ങിയത് ഭുവനേഷ് തന്നെയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഭുവനേഷ് തന്റെ സിനിമയിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരാളാണെന്നും അയാളാണ് തൂക്കുവിളക്ക് വാങ്ങിയതെന്നും പ്രൊഡക്ഷൻ ടീം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. ഭുവനേഷിനെതിരെയുള്ള തെളിവുകൾ ശക്തമായിരുന്നു. അജീബും പോലീസുകാരും ഭുവനേഷിന്റെ അടുത്തെത്തി വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇത്തവണ ശക്തമായ രീതിയിലാണ് പോലീസുകാർ ഭുവനേഷിനെ ചോദ്യം ചെയ്യുന്നത്. ഇനിയെങ്കിലും സത്യം പറയണം, രാജുവിനെ എന്താണ് ചെയ്തതെന്ന് അജീബ് ഭുവനേഷിനോട് ചോദിക്കുന്നു. അജീബ് തനിക്ക് ലഭിച്ച തെളിവുകളെല്ലാം അയാളുടെ മുന്നിൽ നിരത്തുന്നു. രക്ഷപ്പെടാൻ ഇനി വഴിയൊന്നുമില്ലെന്ന് മനസ്സിലായ ഭുവനേഷ് പോലീസിനോട് സത്യം പറയാൻ തുടങ്ങുന്നു. അന്ന് രാത്രി താനും ശോഭയും തമ്മിൽ അടുത്തിടപഴകുന്നത് രാജു കണ്ടിരുന്നല്ലോ. അതേസമയം ശോഭയ്ക്ക് വീട്ടിന്റെ പുറത്ത് ആരോ നിൽക്കുന്നുണ്ടെന്ന് സംശയം തോന്നിയിരുന്നു. അവൾ പുറത്തുപോയി നോക്കിയെങ്കിലും അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ശോഭയും ഭുവനേശ്വറും തമ്മിലുള്ള ബന്ധം രാജു മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷം രാജു ശോഭയെ നിരന്തരം മർദ്ദിക്കാൻ തുടങ്ങി. ശോഭയെ രാജു ഉപദ്രവിക്കുന്നത് കണ്ട ഭുവനേശ്വർ രാജുവിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇപ്പോഴെങ്കിലും നിനക്കെല്ലാം മനസ്സിലായില്ലേ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിനക്കറിയാം. ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണം. എന്നാൽ ഭുവനേഷിന്റെ
വാക്കുകൾ രാജുവിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. രാജു ഭുവനേഷിനെ ആക്രമിക്കാൻ തുടങ്ങി. വൈകാതെ ഇരുവരും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി. ഇതിനിടയിൽ ശോഭ ഭുവനേഷിന് ഒരു കയർ എറിഞ്ഞുകൊടുത്തു. ആ കയറെടുത്ത ഭുവനേഷ് രാജുവിന്റെ കഴുത്തിൽ മുറുക്കി അവനെ ഞെരിച്ചു കൊലപ്പെടുത്തി. അതിനുശേഷം രാജുവിന്റെ മൃതദേഹം ശോഭയും ഭുവനേശ്വറും ചേർന്ന് ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി കത്തിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. മൃതദേഹം കത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭുവനേശ്വറിന്റെ കൈ പൊള്ളുകയും അവർ കൊണ്ടുവന്ന തൂക്കുവിളക്കും കത്തിപ്പോവുകയും ചെയ്തു. അതോടെ ആ തൂക്കുവിളക്ക് അവിടെ ഉപേക്ഷിച്ച് അവർ രണ്ടുപേരും തിരികെ പോന്നു. ഇതൊക്കെ കേട്ട ജോയി എന്തിനാണ് ശോഭയെ കൊന്നതെന്ന് അവനോട് ചോദിക്കുന്നു. രാജുവിനെ കൊന്നതിന് ശേഷം ശോഭ ഭുവനേഷിന്റെ മേലിൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. താനും ഭുവനേഷും സ്വന്തം നാട്ടിൽ തിരികെ പോയി ഒരു കുടുംബമായി ജീവിക്കണമെന്നായിരുന്നു ശോഭയുടെ ആവശ്യം. എന്നാൽ ഭുവനേഷിന് അത് കഴിയുമായിരുന്നില്ല. കാരണം സ്വന്തം നാട്ടിൽ അയാൾക്ക് നേരത്തെ ഒരു കുടുംബമുണ്ടായിരുന്നു. മാത്രമല്ല ഭർത്താവില്ലാതെ ശോഭ ഭുവനേഷിനൊപ്പം ജീവിക്കാൻ തുടങ്ങിയാൽ രാജുവിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ഉയരുകയും അത് തങ്ങൾക്ക് വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്യുമെന്ന് ഭുവനേഷിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ശോഭയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഭുവനേഷ് തയ്യാറായില്ല. അപ്പോൾ ശോഭ അവനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. തന്റെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ എല്ലാവരോടും പോയി രാജുവിനെ കൊന്നത് ഭുവനേഷാണെന്ന് താൻ പറയുമെന്ന് ശോഭ ഭീഷണിപ്പെടുത്തി. അതോടെ ശോഭ തനിക്ക് വലിയൊരു പ്രശ്നമാകുമെന്ന് ഭുവനേഷിന് മനസ്സിലായി. തന്റെ രഹസ്യം പുറത്തു വരാതിരിക്കാൻ ശോഭയെ അയാൾ കൊലപ്പെടുത്തുന്നു. ശോഭയുടെ മൃതദേഹം കത്തിച്ച് തെളിവ് നശിപ്പിക്കാനായിരുന്നു അയാളുടെ പ്ലാൻ. പക്ഷേ വഴിയിൽ വെച്ച് നാട്ടുകാരെ കണ്ടതോടെ അയാൾ ആ മൃതദേഹം കിണറ്റിന്റെ മുകളിൽ വെക്കുന്നു. ബാലൻസ് തെറ്റി ആ മൃതദേഹം കിണറ്റിലേക്ക് വീഴുകയും ചെയ്തു. അവസാനം ഭുവനേഷ് മൃതദേഹം അവിടെ തന്നെ ഉപേക്ഷിച്ച് തിരികെ പോരുകയായിരുന്നു. ശോഭയുടെ കുട്ടികളെ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അജീബ് ഭുവനേഷിനോട് ചോദിക്കുന്നു. ആ കുട്ടികളെ ആദ്യം അവിടെ തന്നെ ഉപേക്ഷിച്ചു പോകാനായിരുന്നു ഭുവനേഷ് തീരുമാനിച്ചത്. എന്നാൽ താൻ അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് കുട്ടികൾ ഉറക്കമുണർന്നു. ആ കുട്ടികളെ ഉപേക്ഷിച്ചു പോകാൻ കഴിയാതെ വന്നതോടെ അവരെ എങ്ങനെയെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കാമെന്ന് ഭുവനേഷ് തീരുമാനിച്ചു. അതിനായി 3-4 അനാഥാലയങ്ങളിൽ പോയി കുട്ടികളെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഒരു അനാഥാലയവും ആ കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവസാനം ഭുവനേഷ് ആ 2 കുട്ടികളെയും ഒരു ട്രെയിനിൽ കയറ്റിയിരുത്തി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയായിരുന്നു. ഭുവനേഷ് കുട്ടികളെ കയറ്റിവിട്ടത് മുംബൈയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിലായിരുന്നു. ഇത് കേട്ടതോടെ അജീബിനും ദേഷ്യം നിയന്ത്രിക്കാനാവാതെ വന്നു. ഭുവനേഷിനെ അയാൾ ശക്തമായി മർദ്ദിക്കുന്നു. ട്രെയിനിൽ വെച്ച് തന്റെ അനുജത്തിയെ നഷ്ടപ്പെട്ട ഓർമ്മകൾ അജീബിന് വീണ്ടും ശക്തമായി ഉണർന്നിരുന്നു. ഭുവനേഷിനെ ചോദ്യം ചെയ്ത ശേഷം അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അജീബും സംഘവും SHOനെ അറിയിക്കുന്നു. അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പോലീസിന് അന്വേഷണത്തിലൂടെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ആ കുട്ടികളെ ട്രെയിനിൽ കയറ്റിവിട്ട ശേഷം ഇതിനോടകം കുറെ ദിവസം കഴിഞ്ഞിരുന്നു. അവർ ഇപ്പോൾ എവിടെയാണെന്നോ ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങിയതെന്നോ ആർക്കും അറിയില്ലായിരുന്നു. എല്ലാ സ്റ്റേഷനിലും കുട്ടികളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും അയച്ചു കൊടുക്കാൻ SHO പറയുന്നുണ്ട്. തന്റെ അനുജത്തിക്ക് സംഭവിച്ച ദുരന്തമോർത്ത അജീബ് ഏത് വില കൊടുത്തും ആ 2 കുട്ടികളെയും കണ്ടെത്തണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അവൻ കുട്ടികളെക്കുറിച്ച് തന്റേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ട്രെയിൻ എന്നത് അജീബിനെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. എന്നിട്ടും ആ ഭയം മറികടന്ന് അജീബ് ട്രെയിനിൽ കയറി അവർ പോയ റൂട്ടിൽ യാത്ര ചെയ്യുന്നു. എന്നിട്ട് ഓരോ സ്റ്റേഷനിലും ഇറങ്ങി അവരെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. മുംബൈ വരെയുള്ള എല്ലാ സ്റ്റേഷനിലും ഇറങ്ങി അന്വേഷിച്ചപ്പോൾ അവർ അവിടെയെങ്ങും ഇറങ്ങിയിട്ടില്ല എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. മുംബൈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ കുട്ടികളെക്കുറിച്ചൊരു വിവരം ലഭിച്ചുവെന്ന് പറഞ്ഞ് അജീബിനൊരു കോള് വരുന്നുണ്ട്. അജീബും ജോയിയും ആ കുട്ടികളെ സുരക്ഷിതമായി കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മുംബൈയിലേക്ക് പോകുന്നു. മുംബൈ പോലീസ് സ്റ്റേഷനിലെത്തിയ അവർ DSP കീർത്തിയോട് സംസാരിക്കുന്നുണ്ട്. മുംബൈയിൽ ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളെ ചില സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയി ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അജീബ് അന്വേഷിച്ചു വന്ന കുട്ടികളെ കുറച്ചു ദിവസം മുൻപ് വരെ ധാരാവിക്കടുത്തുള്ള ഒരു ഷെൽട്ടറിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ ഷെൽട്ടർ ഉള്ള ഏരിയ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയാണ്. പോലീസുകാർക്ക് പോലും അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ അല്ല. അജീബ് വരാൻ വൈകിയ സ്ഥിതിക്ക് ആ കുട്ടികളെ ചിലപ്പോൾ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാകുമെന്ന് അവർ പറഞ്ഞു. ഇപ്പോഴും ആ കുട്ടികൾ ആ ഷെൽട്ടറിൽ തന്നെ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി സഹായിക്കാമെന്നും അവർ പറയുന്നുണ്ട്. എന്നിട്ട് കീർത്തി അജീബിന്റെയും ജോയിയുടെയും കൂടെ ഒരു പോലീസുകാരനെ ധാരാവിലെ ഷെൽട്ടറിലേക്ക് വിടുന്നുണ്ട്. അവർ അവിടെ എത്തി ആ ഷെൽട്ടറിന്റെ നടത്തിപ്പുകാരനെ കാണുന്നുണ്ട്. അജീബിനെയും ജോയിനെയും കുട്ടികളുള്ള സ്ഥലത്തേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ ഷെൽട്ടറിൽ താമസിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അവിടെ നിരവധി ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു. അജീബും ജോയിയും ഓരോ കുട്ടികളെയും ശ്രദ്ധിച്ചു നോക്കിയെങ്കിലും അവർക്ക് അന്വേഷിച്ചു വന്ന 2 കുട്ടികളെയും ആദ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് മടങ്ങി പോകാനായി ഇറങ്ങുമ്പോഴാണ് അജീബിന്റെ ശ്രദ്ധ ഒരു മൂലയിലേക്ക് പോകുന്നത്. അവിടെ ഒരു ആൺകുട്ടി തമിഴിൽ സംസാരിച്ചുകൊണ്ട് തന്റെ ചെറിയ സഹോദരിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടതും അജീബ് അങ്ങോട്ട് ഓടി ചെല്ലുന്നു. അങ്ങനെ ഒടുവിൽ അജീബ് ആ 2 കുട്ടികളെയും കണ്ടെത്തുന്നു. ശോഭയുടെ ഫോട്ടോ കാണിച്ച് 2 പേരും അവളുടെ മക്കൾ തന്നെയാണെന്ന് അവൻ കൺഫേം ചെയ്യുന്നു. ആ കുട്ടികളെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അജീബിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തന്റെ അനുജത്തിയെ നഷ്ടപ്പെട്ട വേദനയിലൂടെ കടന്നുപോയ അജീബിന് ആ 2 കുട്ടികളെയും അതേ വിധിയിലേക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ ആ 2 കുട്ടികളെയും അവിടെ നിന്ന് രക്ഷിച്ച് നാട്ടിലേക്ക് സുരക്ഷിതമായി കൊണ്ടുവരുന്നു. ഈ സംഭവത്തിൽ അജീബിന്റെ ധൈര്യത്തെയും ഇടപെടലിനെയും മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും അഭിനന്ദിക്കുന്നു. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സിനിമ ഒരു യാഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. സിനിമയുടെ അവസാനത്തിൽ യാഥാർത്ഥ ജീവിതത്തിൽ ഈ സംഭവം നേരിട്ട ആളുകളെയും കാണിക്കുന്നുണ്ട്. എനിക്ക് ഈ സിനിമയുടെ ക്ലൈമാക്സ് വളരെ ഹൃദയസ്പർശിയായി തോന്നി. അജീബ് ധാരാവിലെ ആ ഷെൽട്ടറിൽ പോയി ആ 2 കുട്ടികളെയും കണ്ടുപിടിക്കുന്ന സീൻ ശരിക്കും മനസ്സിൽ തട്ടുന്ന ഒന്നായിരുന്നു. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമന്റിലൂടെ അറിയിക്കണേ. നിങ്ങൾക്ക് ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും വേറൊരു സിനിമയുടെ കഥയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.